ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ.വി. മനോജ് കുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മനോജ് കുമാർ, 2-3 വാർത്തകൾ വരുന്ന ഒരു ദിവസമാണ്. ആദ്യത്തേത് 2.5 വയസ്സുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മ അറസ്റ്റിലായിരുന്നു. അമ്മയുടെ അറിവോടെ അല്ലെങ്കിൽ അമ്മയുടെ ആവശ്യപ്രകാരമാണ് ആ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു. രണ്ടാമത്തേത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ ആ പ്രതി കുറ്റക്കാരനാണെന്നേ വന്നിട്ടുള്ളൂ, ശിക്ഷ വിധിച്ചിട്ടില്ല. അടുത്തത് ഒരു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചത് അമ്മ തന്നെയാണ്, കായംകുളം കണ്ടല്ലൂരിൽ 4.5 വയസ്സുള്ള കുട്ടി. അങ്ങനെയുള്ള പല വാർത്തകൾ വരുന്ന ഒരു ദിവസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ സുരക്ഷിതരല്ല, അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരിക്കുമ്പോൾ സുരക്ഷിതരല്ല എന്നൊക്കെ പറയുന്ന ഒരു 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 പ്രതീതിയിലേക്കാണ് ഈ വാർത്തകളൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. നോക്കൂ, നമ്മുടെ രക്ഷിതാക്കൾ തന്നെ കുട്ടികളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് വരുന്നത്. അതിൽ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസ് കൃത്യമായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുഖം നോക്കാതെ നടപടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. നമുക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത്, കമ്മീഷൻ എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള അവബോധം കൃത്യമായി സൃഷ്ടിക്കുകയും അതോടൊപ്പം ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ സംവിധാനങ്ങളുണ്ട്, പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെ കുറച്ചുകൂടെ ശാസ്ത്രീയമായ രീതിയിൽ അവരെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മീഷൻ. എന്നാൽ പോലും ഇത് ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. നമുക്കിതിൽ രണ്ടായി തിരിക്കാം. ഒന്ന്, ആ അച്ഛൻ്റെയും അമ്മയുടെയും നടുവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തെ അതൊരു ഹാബിച്വൽ ഒഫൻഡർ ആയിരുന്നു, ഒരു കൊടും ക്രിമിനൽ ആയിരുന്നു അയാൾക്കെതിരെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി വരുന്നുണ്ട്. മറ്റ് 2 സംഭവങ്ങളും 4.5 വയസ്സുള്ളൊരു കുഞ്ഞാണ്, 2.5 വയസ്സുള്ള മറ്റൊരു കുഞ്ഞാണ് കൊല്ലപ്പെട്ടത്. ഇവർക്ക് അവകാശത്തെപ്പറ്റി പറയാൻ അറിയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കരഞ്ഞിട്ട് പോലും പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അറിയാത്ത കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സങ്കടം പ്രകടിപ്പിക്കാൻ അറിയാത്ത തരം കുട്ടികളാണ്. ഇതിൻ്റെ ഒരു ഇപ്പോൾ നമുക്ക് അവബോധം സൃഷ്ടിക്കാമെന്ന് പറയുമ്പോഴും ശ്രീ മനോജ് കുമാർ, ഈ ഒരു ജാഗ്രത, ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ഒരു ജാഗ്രത, അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നില്ലേ? നോക്കൂ, ഒരു വീട്ടിനകത്ത് ഒരു രക്ഷിതാവ് കുട്ടിയെ അവരുടെ മാനസിക വൈകല്യം കൊണ്ട് കുട്ടിയെ ആക്രമിക്കുമ്പോൾ, അല്ലെ കുട്ടിക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടത്തുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ള സമൂഹം എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് ശ്രദ്ധയിൽ വരില്ല അവരുടെ ചുറ്റുമുള്ള സമൂഹത്തിന്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ അവബോധം എന്ന് പറയുന്നത് കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ കുട്ടികളെ പരിലാളിക്കണം എന്നൊക്കെയുള്ള ഒരു ബോധ്യം രക്ഷിതാക്കളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നത് ഇതുപോലെയുള്ള ഒരു നല്ല സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്തുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഈ അതിക്രമവും അച്ചടക്കം പഠിപ്പിക്കലും അതിക്രമവും ഒക്കെ തമ്മിലുള്ളൊരു നേരിയൊരു ലൈൻ ഉണ്ടല്ലോ, അത് പലപ്പോഴും മനസ്സിലാവാറില്ല എന്ന് തോന്നുന്നു. അത് പ്രധാനമായിട്ടും നമ്മുടെ രക്ഷിതാക്കളൊക്കെ ആ ഒരു ബോധതലത്തിലേക്ക് ഉയർന്നു വന്നിട്ടില്ല ഇതുവരെ. കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചോ കുട്ടികൾക്ക് സുരക്ഷ നൽകേണ്ടതിന്റെ ബോധ്യമൊന്നും എല്ലാവർക്കും ഉണ്ടായിട്ടില്ല. അവരുടെ ഒരു ഉപകരണമായിട്ട് മാത്രമാണ് കുട്ടിയെ കാണുന്നത് എന്നുള്ളത് ഏറ്റവും അപകടകരമാണ്. അവരുടെ ഉപകരണമായിട്ട് കുട്ടിയെ കാണുമ്പോഴാണ് കുട്ടി ഞാൻ തല്ലിയാൽ മാത്രമേ ശരിയാവൂ, ഞാൻ ചട്ടുകം വെച്ച് പഴുപ്പിച്ചാൽ മാത്രമേ കുട്ടി അനുസരിക്കുകയുള്ളൂ എന്നൊരു ഒരു വികലമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അവിടെയാണ് എനിക്ക് തോന്നേണ്ടത്, ഇപ്പോൾ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം തന്നെ ഒരു ശിക്ഷാർഹമായ തെറ്റാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർക്കങ്ങനെ അടിച്ച് പഴുപ്പിച്ച് പരീക്ഷിച്ച് പുറത്തേക്ക് എടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല, മറിച്ച് അവർക്കുമുണ്ട് അവകാശങ്ങൾ എന്ന നിലയ്ക്കൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തോന്നുന്നു, രക്ഷിതാക്കൾക്കായാലും സമൂഹത്തിനായാലും. ഈ കാര്യങ്ങളിലൊക്കെ പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ അമ്മയെ ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികളും ഉണ്ടാവുമ്പോൾ അതുകൂടെ ഒരു അവയർനെസിന്റെ ഭാഗമാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ശിക്ഷാവിധികൾ അതും ഒരു അവയർനെസ് തന്നെയാണ് ഒരു പരിധി വരെ. അതിനപ്പുറം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഈ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാൻ ആവശ്യമായ നല്ല ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നതുകൂടെ ചെയ്യുമ്പോഴാണ് ഒരു സമൂഹം ശരിയായ രൂപത്തിലേക്ക് വരുന്നത്. ശിക്ഷ എന്തായാലും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു മാതൃകാപരമായി, അതായത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന തിരിച്ചറിവ് എന്തായാലും സമൂഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. അതെ, നമ്മളിപ്പോഴും ഈ പോക്സോ കേസിലെ ഈ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കുള്ളൊരു പാഠം തന്നെയല്ലേ?
അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സർ. ഈ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്നുറങ്ങുന്ന ഒരു നാടോടി ബാലിക, അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അവരുടെ സുരക്ഷയെ പറ്റിയൊക്കെ പലപ്പോഴും നമ്മൾ അത്ര കൺസേൺഡ് ആവാറില്ല എന്നതാണ് വാസ്തവം. അവരെവിടെയോ ജീവിച്ചു പോകുന്ന അല്ലേ? പ്രശ്നമുണ്ട്. സുരക്ഷയെ കുറിച്ച് കൺസേൺഡ് ആവാത്തത് കൊണ്ടല്ല. അവർ ഒരു ദിവസം ഇവിടെയാണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു സ്ഥലത്താണ്. അവരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണമെന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. കാരണം അവർ കേരളം മുഴുവൻ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്നവരല്ല. അതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ മനോജ് കുമാർ പ്രതികരിച്ചതിന്. 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. കായംകുളത്ത് കണ്ടല്ലൂരിൽ 4.5 വയസ്സുള്ള കുഞ്ഞിനെ ചട്ടുകം പഴിപ്പിച്ച് പൊള്ളിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. മറ്റൊന്ന് 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ബാലരാമപുരത്തെ സംഭവം നമുക്കൊക്കെ ഓർമ്മയിലുണ്ട്. ആ സംഭവത്തിൽ അമ്മ അറസ്റ്റിലായിരിക്കുന്നു. അമ്മയുടെ അറിവോടെ, അമ്മയുടെ ആവശ്യപ്രകാരമാണ് ആ കുഞ്ഞിനെ കൊന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ള നിഗമനം. ആ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരു വശത്ത്, 2.5 വയസ്സുള്ള കുഞ്ഞിനെ നാടോടി ബാലികയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ഹസൻ എന്നയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ കായംകുളത്തെ സംഭവത്തിലേക്ക് വന്നാൽ കനകക്കുന്ന് പോലീസാണ് ഇപ്പോൾ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.